ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. പൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 കിലോ അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബീഫ് എല്ലോട് കൂടിയിട്ടുള്ളതും എല്ലില്ലാത്തതുമായിട്ടുള്ള ബീഫ് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഭാഗം എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുള്ളിയാണ്. ചെറുള്ളി ഒരു 15 എണ്ണത്തിൽ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. 20 എണ്ണം വരെ എടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി, ഉപ്പും സവാള, ഉള്ളിയൊക്കെ നന്നായിട്ട് ആ ഒരു ബീഫിലൊന്ന് ചേർന്ന് വരണം. അതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ബീഫ് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ അര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് 6 വിസിലുമാണ് കേട്ടോ വന്നത്. അപ്പോൾ ബീഫിൻ്റെ വേവൊക്കെ ചിലപ്പോൾ വ്യത്യാസം മൊത്തത്തിൽ 7 വിസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അത് വെന്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ വറുത്തെടുക്കാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ലതുപോലെ വറുത്തെടുക്കണം. കാരണം നമ്മളിനി ഇത് വെളിച്ചെണ്ണയിലൊന്നും മൂപ്പിച്ചെടുക്കുന്നില്ല. ഈ ഒരു വറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലതുപോലെ കളറൊക്കെ ചേഞ്ച് ആവുന്നവരെ വറുത്തെടുക്കുക. നമ്മുടെ ബീഫിന് നല്ലൊരു കളറൊക്കെ കൊടുക്കുന്നത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് വേറൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റായാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായാലും കുഴപ്പമില്ല. ഇനി ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി തക്കാളിക്ക് നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബീഫും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ എനിക്കിത് വേണമെങ്കിൽ ഈ ഒരു വറുത്ത് വെച്ചിട്ടുള്ള പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി നമ്മൾ വഴറ്റിയെടുത്ത സമയത്ത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നേരിട്ട് എല്ലാതും കൂടെ ബീഫിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് പൊടികളൊക്കെ. ഇനി ഇതൊരു 10 മിനിറ്റ് സമയം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ മൂടി വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് വറ്റിയൊക്കെ വരണം. ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരണം കേട്ടോ. അതിപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ, സവാളയിലത്തെ വെള്ളം, ബീഫിലത്തെ വെള്ളം, പിന്നെ നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 പച്ചമുളകും അങ്ങനെ നീളത്തിലരിഞ്ഞ് അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് ആ ഒരു ബീഫിൻ്റെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.